ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഉണക്കമുന്തിരി ഇങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. അപ്പം നമുക്കിപ്പോൾ പച്ചമുന്തിരിയും ഒക്കെ മുന്തിരിക്ക് ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളൊരു ടൈമാണല്ലോ, ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ മുന്തിരി നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ വാങ്ങിയിട്ട് നമ്മളിതുപോലെ ഉണക്കമുന്തിരി ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്പെടുന്ന റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ മുന്തിരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതിമെന്നെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ മുന്തിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണക്കമുന്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിൽ വിഷാംശങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് നല്ലതുപോലെ ഉപ്പിട്ടിട്ടൊന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയാണത്. അപ്പം നമ്മൾ ഉപ്പിട്ട് കഴുകാൻ വിട്ടു പോകരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ പച്ചമുന്തിരി വെച്ചിട്ടും നമുക്ക് ചുവപ്പ് മുന്തിരി വെച്ചിട്ടും എല്ലാം നമുക്ക് നമ്മുടെ ഉണക്കമുന്തിരി റെഡിയാക്കി എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്കിപ്പോൾ പച്ചമുന്തിരിയാണല്ലോ വിലക്കുറവിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 1 കിലോ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ഇതുപോലെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലതുപോലെ അങ്ങ് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ മുന്തിരി നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ മുന്തിരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുന്തിരി മുഴുവനായിട്ടും നമുക്കതുപോലെ ഈ ചൂടുവെള്ളത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഗ്യാസിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുന്തിരിങ്ങ പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് വരും. അങ്ങനെ കളറ് മാറിയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിതൊന്ന് കളറ് മാറി വരുന്നത് വരെ മാത്രം ഒന്ന് ഗ്യാസിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഇതുപോലെ കളറ് മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി, കൂടുതൽ സമയമൊന്നും ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മുന്തിരി ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇതുപോലെ അങ്ങ് കോരിയെടുക്കുക. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഉണക്കമുന്തിരിക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുള്ള ടൈമാണല്ലോ. അതുപോലെ മുന്തിരിയൊക്കെ വിലക്കുറവിൽ കിട്ടുമ്പോൾ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മുടെ മുന്തിരി മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ ഇതുപോലെ ഒരു ഓട്ടക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വെള്ളം വാർന്ന് വന്നതിന് ശേഷം നമുക്കിത് വെയിലത്തിട്ടിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉണക്കാനിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ള നമ്മുടെ മുന്തിരിയാണിത്. അപ്പം നമ്മുടെ നല്ലതുപോലെ തന്നെ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെയുള്ള ഉണക്കമുന്തിരി പോലെ തന്നെ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണക്കമുന്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ അതുപോലെ പച്ചമുന്തിരിക്കൊക്കെ വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നൊരു സീസണാണല്ലോ. അപ്പോൾ അതുപോലെ വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.